Hello. Guys, welcome back to our channel. Good morning. Good morning. കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ആയിരിക്കില്ല, ഗുഡ് ഈവനിങ്. പിന്നെ ഡേ 2 അറ്റ് ആലപ്പുഴയാണ്. എണീച്ചു 6 മണിക്ക് 6:15 എണീച്ചു. സൺറൈസ് കാണാൻ പോയി. സണ്ണ് വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചേരം കിടന്നു. ഞങ്ങള് റൈസ് ആവാൻ ഇപ്പൊ ഒരു 8:45 പിന്നെ ഇപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ അറിയാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പൂരി, ബാജിയും പിന്നെ പുട്ടും കടലയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇഡ്ഡലിയും പിന്നെ പൂരിയായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഇതായിരുന്നു കേട്ടോ F&Bയിലെ ആള്. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് തലേ ദിവസത്തെ ക്യാൻഡിൽ ഡിന്നറൊക്കെ പുള്ളിയാ സെറ്റ് ചെയ്തിരുന്നത്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തായിരുന്നു. ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നുള്ള വ്യൂവും ഈ ഒരു പാലം പോലുള്ള സംഭവമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ കയാക്കിങ്ങും ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ നമ്മൾ അതിന് പോയിട്ടില്ല. ഇത് നമുക്ക് പെഡൽ ബോട്ട് ചവിട്ടാനുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ റൂം 104, ഞങ്ങളുടെ ബോട്ട് 104. ഫുഡ് കഴിച്ചു ഇനി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോകും. പക്ഷെ തീരെ പോവാൻ തോന്നുന്നുണ്ടോ? പോവാൻ തോന്നുന്നുണ്ടോ? എനിക്കും പോവാൻ തോന്നുന്നു. ഇവിടെ അങ്ങ് താമസിച്ചാലോ? ഇത് ഞാൻ കേറ്റും, ഇതിനാട്. What a beautiful scenery. കുട്ടൂസ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയായി. കുട്ടൂസ് റെഡി ആവുന്നു ഗായ്സ്. സങ്കടം കുട്ടൂസാ അങ്ങനെ പറയാം. സങ്കടമല്ല എനിക്ക്, അതാണ് ഡ്രസ് ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ. അതെ എന്താ അതെ നമ്മൾ ഇറങ്ങുന്നു ഗായ്സ്. അങ്ങനെ ട്രിപ്പ് അവസാനിച്ചു. ശരിക്കും മിസ് ചെയ്യട്ടോ ഈ ഒരു സ്ഥലവും ആ ഒരു മോർണിംഗും അല്ലേ, ഇന്നലത്തെ ഒക്കെ സൂപ്പറായിരുന്നു. ഇനി ഞങ്ങൾ നേരെ എറണാകുളം പോവാണ്. പൈങ്കിളിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പൈങ്കിളി കാണാൻ അതിന്റെ റിവ്യൂ ഞങ്ങൾ ഇടും ഷോർട്ടായിട്ട്. അപ്പൊ എല്ലാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളതായി പറയാനൊന്നും മറന്നു പറഞ്ഞിട്ട് കാണുന്ന ഒരു 80% ആൾക്കാർ നോട്ട് സബ്സ്ക്രൈബ്. നിങ്ങളൊക്കെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തിയില്ലേ? സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതെ. അപ്പൊ ഈവനിങ് പിന്നെ വേറൊരു പരിപാടി ഉണ്ട്, അത് വഴിയെ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ ഇനി ബാക്കി വഴിയെ കാണാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആയൂർ ഐലൻഡ് റിസോർട്ട്, പനാവള്ളി. ഓക്കെ, don't miss this beautiful place. അതെ, സുസുക്കിന്റെ 2007 മോഡൽ അല്ലേ. ഇപ്പം ഇതായിരുന്നു നമ്മുടെ ഫുൾ ടീം എന്ന് പറയുന്നത്. അശോകേട്ടനും റുസൽ, അജിത് ചേട്ടനും ജിഷ ചേച്ചിയായിരുന്നു. എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത്. നമ്മൾ ശരിക്കും അവരെല്ലാം മിസ് ചെയ്യും, ഒരുപാട് മിസ് ചെയ്തിരുന്നു. ശരിക്കും ഒരു വീട്ടിൽ നിന്ന് പോകുന്ന ഒരു ഫീല് നമുക്ക് നന്നായിട്ട് തോന്നിയിരുന്നു കേട്ടോ. സൂപ്പറാട്ടോ, എല്ലാവരും അടിപൊളി അല്ലേ, രസമായിരുന്നു. ഭയങ്കര മിസ്സിങ്, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോകണ ഒരു ഫീല്. അങ്ങനെ ഞങ്ങളുടെ ഒരു അടിപൊളി സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് എറണാകുളത്തോട്ടുള്ള യാത്ര തിരിച്ചു. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു. വലിയൊരു പാലമൊക്കെ ആയതുകൊണ്ട് ചുമ്മാ ഈ ഒരു ക്ലിപ്പ് എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളെ പോലെ തന്നെയാണോ നിങ്ങളെല്ലാവരും? കാറിൽ കയറി കഴിഞ്ഞാൽ നല്ല ഹൈ വോളിയത്തിൽ പാട്ടിട്ട്, അറിയാത്ത പാട്ടാണെങ്കിലും കൂടെ വെറുതെ പാടി അതിനനുസരിച്ച് ഡാൻസ്, ഒരു ബന്ധമില്ലാത്ത കുറേ സ്റ്റെപ്പ് കളിച്ച് എൻജോയ് ചെയ്ത് സ്ഥലത്തെത്തുന്ന ടീമാണ് ഞങ്ങൾ. അതുപോലെയുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതൊരു പ്രത്യേക വൈബാണ്, നമ്മൾ കപ്പിൾസ് മാത്രം പോകുമ്പോഴുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ലുലു പാർക്കിങ്ങിലെത്തി. എന്തൊരു തിരക്ക് അവിടെ, ഏത് നേരം ഇങ്ങനെ തിരക്കല്ലേ. 1:30 പൈങ്കിളി ഷോ, അത് കാണാൻ വന്നതാണ്. എക്സൈറ്റഡ്. പാർക്കിംഗ് സ്ലോട്ട് നമ്മൾ തിരക്കില്ല. ഓക്കെ, അപ്പം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം.
ഞങ്ങൾ അങ്ങനെയാണ് 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ളപ്പോഴേ കയറുള്ളൂ. അപ്പൊ ഞങ്ങൾ പടം കണ്ടിട്ട് റിവ്യൂ പറയാവേ. ല്ലോ ഫുള്ള് ഒളിച്ചോട്ടം ഇന്ന് അങ്ങനെ മൂവി ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈങ്കിളി ടീം ഫുള്ള് തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല കമ്പനിയും ചിരിച്ച് സംസാരിക്കാനാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അവരുടെ കൂടെയൊക്കെ നമ്മൾ ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് നമ്മൾ അങ്ങോട്ട് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ തന്നെ ഫോൺ വാങ്ങിച്ച് നമ്മുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചന്തു ആണെങ്കിലും പിന്നെ നമ്മുടെ അമ്പാനാണെങ്കിലും പിന്നെ ജിഷ്മയുടെ പുതിയൊരു മൂവി ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തരത്തിലുള്ള ഒരു ജാടയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ മൂവിയിൽ സ്ക്രിപ്റ്റ് വൈസ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല മൂവി, പക്ഷേ ഇവരുടെയൊക്കെ ആക്ടിങ് വൈസ് സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്രോസ് വേർഡിലാണ് പോയത്. ഇപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാലും കയറുന്നതാണ്. ഒരു ബുക്ക് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഒരു ബുക്ക് എടുത്തു. റീഡിങ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ പെനിയിലൊക്കെ കയറി ഐസൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. മാം ദഹിപൂരി മാം വേറെ എന്തെങ്കിലും വേണോ? വേണ്ട മാം, താങ്ക് യു മാം. അങ്ങനെ കുറേ നേരത്തെ റിസർച്ചിന് ശേഷം ദഹിപൂരി ഓർഡർ ചെയ്തതായിരുന്നു. യൂഷ്വലി എനിക്ക് എല്ലാ സ്ഥലത്തുനിന്ന് കഴിക്കുന്ന ദഹിപൂരി നല്ല ഇഷ്ടമാവാറുണ്ട്. ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ഒരു ടെർമറിക്കിൻ്റെ സോസ് അവർ കൂടുതലായിട്ട് ആഡ് ചെയ്ത് ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. അപ്പോൾ ലുലുന്ന് ഞങ്ങൾ ഇറങ്ങാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കൊച്ചി JLN സ്റ്റേഡിയം, കലൂർ സ്റ്റേഡിയം. ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ പോവാം. അപ്പോൾ അവിടെ വെച്ച് കാണാം. കണ്ടോട്ടോ, അവൾ അവിടെ തുള്ളി കളിക്കണ കണ്ടോണ്ട്. ആ ആര് ജയിക്കും? കേരള ബ്ലാസ്റ്റേഴ്സിന് യാതൊരു സംശയമില്ല. തോറ്റാന്തി ഇറ്റ്സ് ഓൾ അബൌട്ട് ഗെയിം, സ്പോർട്സ്മാൻഷിപ്പ്. തോറ്റയ്ക്ക് 2 ഐസ്ക്രീം, ജയിച്ചാൽ 3 ഐസ്ക്രീം. ഡീൽ. രണ്ടും അനക്ക. ഡ്രസ്സൊക്കെ ഇടാണ്, ജേഴ്സി. കേരള ബ്ലാസ്റ്റേഴ്സ്.
തിരിച്ചു വരും, നമ്മൾ ജയിക്കും. ജയിക്കൂടാ. സാറിന് നമുക്ക് അടുത്ത സീസൺ അടിപൊളിയാക്കാം. എന്നാലും നമ്മള് ഇനിയും പോരാടും. അടുത്ത സീസൺ നമ്മള് കപ്പടി കളിപ്പട. തൽക്കാലം ജേഴ്സി വരുന്നു. പോകുന്നു വീട്ടിലോട്ട്. അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അടുത്തൊരു വ്ളോഗ് കാണുന്നവരെ